الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع رشده أما بعد أعوذ بالله من الشيطان الرجيم ومن ثقلت موازينه فأولئك هم المفلحون من സഹോദര സഹോദരിമാരെ ശ്രോതാക്കളെ ഇന്ന് വിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ ഡോക്ടർ ഫൈസൽ ഖസാവി സംസാരിച്ചതായ വിഷയം പരലോകത്തിൽ നാം എല്ലാവരും അഭിമുഖീകരിക്കാൻ പോകുന്നതായ അള്ളാഹുവിൻ്റെ അത്ഭുത മീസാനിനെ കുറിച്ചാണ്. അതെ, ഇവിടെ നാം പ്രവർത്തിക്കുന്ന സർവ്വ പ്രവർത്തനങ്ങൾ പരലോകത്തിൽ അള്ളാഹുവിൻ്റെ സദസ്സിൽ അത് തൂക്കപ്പെടുമെന്ന് ഖുർആൻ സ്ഥാപിച്ചതാണ്. അത് കൃത്യമായിട്ടായിരിക്കും തൂക്കപ്പെടുക. നമുക്കറിയുകയില്ല അമലുകളെ തൂക്കപ്പെടുന്ന രൂപം. അത് പരലോകത്തിലെത്തിക്കഴിയുമ്പോഴാണ് അതിൻ്റെ യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. പക്ഷേ ഇവിടെ എല്ലാം തൂക്കിക്കൊണ്ടേയിരിക്കുന്ന യുഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അമാലുകളെ തൂക്കും എന്നതായ യാഥാർത്ഥ്യം കേൾക്കുമ്പോൾ അത്ഭുതപ്പെടാനില്ല. കാരണം നാം ഇവിടെ ഒരാൾക്ക് പനിയുണ്ടെങ്കിൽ ആ പനി എത്ര എന്നത് മീസാനിൽ കൂടി മനസ്സിലാക്കാറുണ്ട്. എല്ലാറ്റിനെയും ഇപ്പോൾ തൂക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. അതൊക്കെ കുറിക്കുന്നത് അള്ളാഹുവിൻ്റെ മീസാനിനെ സ്ഥാപിക്കുന്നതായ ഭാഗമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഫുർഖാൻ അദീമിൽ പല ശൈലിയിൽ, പല രൂപത്തിൽ, പല ഇടങ്ങളിൽ ഖുർആനിൽ മീസാനിനെ സ്ഥാപിച്ചുകൊണ്ട് സംസാരിച്ചതായ ശൈലികളുണ്ട്. അതിൽ പെട്ടതാണ് ഫമൻ സഖുലത് മവാസീനുഹു ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. പരലോകത്തിൽ ആരുടെയെങ്കിലും മീസാന് വൈറ്റുള്ളതായി മാറിക്കഴിഞ്ഞാൽ അവരാണ് വിജയികൾ എന്ന് അല്ലാഹു പറയുകയുണ്ടായി. വമ്മാ മൻ സഖുലത് മവാസീനുഹു ഫഹുവ ഫീ ഈശത്തിർ റാദിയ. ആരുടെയെങ്കിലും മീസാന് അഥവാ അവൻ്റെ അമലുകളെ തൂക്കപ്പെടുന്നതായ ആ അള്ളാഹുവിൻ്റെ അടുക്കലുള്ളതായ അത്ഭുത മീസാന് അത് വൈറ്റുള്ളതായി മാറിക്കഴിഞ്ഞാൽ ഫഹുവ ഫീ ഈശത്തിർ റാദിയ, അവൻ പ്രീതി അടഞ്ഞ ജീവിതം ജീവിക്കുന്ന ആളാണ്. അതേ സമയത്ത് നേരെ മറിച്ച് വമ്മാ മൻ ഖഫ്ഫത് മവാസീനുഹു ഫഉമ്മുഹു ഹാവിയ. ആരുടെയെങ്കിലും മീസാന് തൂക്കം കുറഞ്ഞതാണെങ്കിൽ, അവൻ്റെ അള്ളാഹുവിൻ്റെ അടുക്കലുള്ളതായ മീസാനിൽ തൂക്കം കുറവാണെങ്കിൽ അവൻ ഹാവിയയിലേക്ക് ചെല്ലും, അഥവാ നരകത്തിൻ്റെ ആഴത്തിലേക്ക് അവൻ ആഴ്ന്നു പോകും, അവൻ നരകപ്പുള്ളിയായി മാറും എന്നതാണ്. അതെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിവരിച്ചതായ ആയത്തുകളിൽ നിന്നിട്ട് നമുക്ക് മനസ്സിലാക്കാം, യൗമുൽ ഹശ്റിൽ അഥവാ മഹ്ശറ വൻസബയിൽ അള്ളാഹുവിൻ്റെ ഒരു മീസാനുണ്ട് എന്നത് അത് നാം വിശ്വസിക്കേണ്ടതായ ഭാഗമാണ്. ആ മീസാനിൻ്റെ രൂപം നമുക്ക് അറിഞ്ഞില്ലെങ്കിലും, പക്ഷെ ആ മീസാനിൻ്റെ പ്രത്യേകത അത് വളരെ ദഖീഖാണ്, അഥവാ വളരെ കൃത്യമാണ്. ഒരു അണുവിൻ്റെ അത്ര വർദ്ധിക്കുകയോ കുറയുകയോ ചെയ്യുകയില്ല. ആ മീസാനിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ അത് അവിടെ തട്ടുള്ള മീസാനാണ്. അത് വിശദമായിട്ട് ഹദീസിൽ അതിൻ്റെ വിശദീകരണം വരുന്നുണ്ട്. അതെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ തട്ടിൽ കയറ്റി വെച്ചിട്ട് അതിൻ്റെ രൂപങ്ങളൊന്നും നമുക്ക് പറയാൻ പറ്റാത്ത അത്ഭുതകരമായ ആ മീസാനിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ആ തട്ട് അത് തൂക്കം വർദ്ധിക്കുകയും തൂക്കം കുറയുകയും ചെയ്യുമെന്ന് നേരത്തെ ഞാൻ ഓതി വെച്ചതായ ആയത്തിൽ നിന്നിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ ആസ്പദമാക്കിയിട്ടാണ് പറഞ്ഞത്, കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാനി സഖീലത്താനി ഫിൽ മീസാനി. രണ്ട് പദം, ഒരാൾ ആ രണ്ട് പദത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ഖഫീഫത്താനി അലൽ ലിസാൻ, ആ പദം പറയാൻ യാതൊരു പ്രയാസവുമില്ല, വളരെ ലളിതമായി പറയാൻ സാധിക്കുന്നതായ പദമാണ് നാവിൽ. അതേസമയത്ത് സഖീലത്താനി ഫിൽ മീസാൻ, അള്ളാഹുവിന്റെ മീസാനിൽ അത് വളരെ വൈറ്റുള്ളതായിരിക്കും. പിന്നെ ഹദീസിന്റെ പരിപൂർണതയിൽ ഹബീബത്താനി ഇലർ റഹ്മാനി, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളതായ രണ്ട് പദമാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം എന്നതായ പദം. അപ്പോൾ അവിടെ ആ ഹദീസിൽ നിന്നിട്ട് നാം പഠിച്ചത്, അള്ളാഹുവിന്റെ മീസാനിൽ നാം ചെയ്യുന്നതായ അമലുകൾ ദിക്റുള്ള നാം ചെല്ലുമ്പോൾ അത് അള്ളാഹുവിന്റെ അടുക്കൽ വൈറ്റ് വർദ്ധിക്കുന്നതാണ് അള്ളാഹുവിന്റെ മീസാനിൽ എന്നത്. ഹദീസിൽ കാണാം, ലയഅതിയന്ന റജുലുൻ അസ്സമീനുൽ അളീം, വളരെ വൈറ്റുള്ള മനുഷ്യൻ വരും യൗമൽ ഖിയാമത്തി, ഖിയാമത്ത് നാളിൽ. അവൻ കാണാൻ വൈറ്റുള്ള ആളാണ്, എല്ലാ നിലക്കും വൈറ്റും വലിപ്പവുമുള്ളതായ വ്യക്തിയാണ്. അതേസമയത്ത് അള്ളാഹുവിന്റെ മീസാനിൽ യാതൊരു വിലയും അവനുണ്ടാവുന്നതല്ല. ലാ യസ്നു ഇൻദല്ലാഹി ജനാഹ ബഊള, ഒരു ചെള്ളിന്റെ ചിറകിന്റെ അത്ര പോലും വില അള്ളാഹുവിന്റെ അടുക്കൽ അവന് നൽകപ്പെടുന്നതല്ല.
അപ്പോൾ അവിടെ അള്ളാഹുവിന്റെ അടുക്കൽ മനുഷ്യന്റെ കോലത്തിലോ മനുഷ്യന്റെ വയറ്റിലോ മനുഷ്യന്റെ വലുപ്പത്തിലോ അല്ല സ്ഥാനം നൽകുന്നത്, അവൻ വഹിക്കുന്നതായ അമലുസാലിഹാത്ത്, ആ അമലുസാലിഹാത്തിന് അവിടെ തൂക്കപ്പെടുന്ന സന്ദർഭത്തിൽ അതിലൂടെയാണ് അവന്റെ വയറ്റ് ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കുക എന്നതിൽ നിന്ന് നമുക്ക് പഠിക്കാം. അതെ, അതുകൊണ്ട് തന്നെയാണ് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് ഹദീസിൽ കാണാം, ഇബ്നു മസ്ഊദിന്റെ കാല് നേർത്ത കൂർത്ത കാലാണെന്ന് നാം കേട്ടിട്ടുണ്ടല്ലോ, പലപ്പോഴും ഞാൻ പറഞ്ഞതാണത്. അപ്പോൾ അദ്ദേഹം ഒരവസരത്തിൽ വൃക്ഷത്തിന്റെ ഒരു മരത്തിന്റെ മീതിയോ മറ്റോ കയറിയപ്പോൾ ആ കാല് നോക്കിയിട്ട് സഹാബാക്കൾ എന്നിട്ട് ചിലർ ചിരിക്കുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താണ് നിങ്ങൾ ചിരിക്കുന്നത് എന്ന്. പറഞ്ഞു, അദ്ദേഹത്തിന്റെ കൂർത്ത കാല് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ചിരി വന്നു പോയതാണ് ദൂതരെ എന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹത്തിന്റെ കാല് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ അടുക്കൽ നിങ്ങൾ ഈ കാണുന്നതായി ഉഹദ് പർവ്വതത്തിനേക്കാളും വയറ്റുള്ളതായ കാലാണ്. എന്തുകൊണ്ട്? അമലുസാലിഹാത്തിലൂടെ. കാരണം അദ്ദേഹം മുമ്പന്മാരിൽപ്പെട്ട ആളാണ്, അദ്ദേഹം സാധാരണക്കാരല്ല, അദ്ദേഹം ആദ്യമായിട്ട് മുസ്ലിങ്ങളായ ആ വിഭാഗത്തിൽപ്പെട്ട വ്യക്തിയാണെന്ന് നമുക്കറിയാം. മുഹാജിറീങ്ങളിൽപ്പെട്ട ആളാണ്, മുമ്പന്മാരിൽപ്പെട്ട ആളാണ്, സഹാബാക്കളുടെ കൂട്ടത്തിൽ പണ്ഡിതന്മാരിൽപ്പെട്ട ആളാണ്. അദ്ദേഹത്തിന്റെ ഖിറാഅത്തിനെ ആരെങ്കിലും അള്ളാഹുവിന്റെ അടുക്കൽ നിന്നിട്ട് അങ്ങനെ ഇറങ്ങിയതുപോലെ ഒരു ചേഞ്ചുമില്ലാതെ ഖിറാഅത്ത് ആർക്കെങ്കിലും കേൾക്കാൻ പോതിയുണ്ടെങ്കിൽ, അത് ആ പുതുമയോട് കൂടി കേൾക്കാൻ പോതിയുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഖിറാഅത്ത് കേൾക്കുക എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നമുക്കറിയാം. അങ്ങനെയുള്ള ആ വ്യക്തിയുടെ അമലുസാലിഹാത്ത് കാരണത്താൽ അദ്ദേഹത്തിന്റെ വെയിറ്റിനെ കുറിച്ചാണ്, അദ്ദേഹത്തിന്റെ പരലോകത്തിലുള്ള അള്ളാഹിന്റെ മീസാനിലുള്ള വെയിറ്റിനെ കുറിച്ചാണ് നാം കേട്ടത്. ഉഹദ് പർവ്വതത്തിനേക്കാൾ വെയിറ്റുള്ളതായി മാറുമെന്നത്. ഇദാ ജാഅ യൗമുൽ ഖിയാമ യുതാ ബിറജുലിൻ, ഖിയാമത്ത് നാളായി കഴിഞ്ഞാൽ ഒരു വ്യക്തിയെ കൊണ്ടുവരപ്പെടും. ആ വ്യക്തിയെ കൊണ്ടുവരപ്പെടുന്നത് ഒരു ഉദാഹരണമാണ്. അങ്ങനെ ധാരാളം വിചാരണകൾ അവിടെ നടക്കുന്നുണ്ട്. അക്കൂട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി റസൂൽ പറയുന്ന ഒരു ശൈലിയാണ്, അദ്ദേഹത്തിന്റെ കൂടെയുള്ളതായ അമലുകൾ പരിശോധിച്ച് നോക്കിയാൽ അതിന്റെ പെരുപ്പം ആ അമലുകളിൽ നിന്നിട്ട് സൽക്കർമ്മമല്ല, ദുർക്കർമ്മമാണ്, അഥവാ ദോഷങ്ങൾ, പാപങ്ങൾ. എന്നാണ് റസൂൽ പറയുന്നത്. 99ഓളം സിജില്ല് ഫയലുകൾ, അദ്ദേഹത്തിന്റെ ഫയലുകൾ മുഴുവനും ദോഷങ്ങളിലൂടെ ഉള്ളതായ ഫയലുകളാണ്. ആ ദോഷങ്ങളുള്ളതായ ഫയലുകൾ അവന്റെ കൂടെയുണ്ട്. അതോടൊപ്പം ആ ഫയലിനെയെല്ലാം എന്ത് ചെയ്യപ്പെടും? പരലോക മീസാനാകുന്ന അത്ഭുത മീസാനിന്റെ ഒരു തട്ടിൽ വെക്കപ്പെടും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹം ഇത് കണ്ടപ്പോൾ പ്രയാസപ്പെടുന്നത് എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന്റെ ദോഷത്തിന്റെ പെരുപ്പം കണ്ട് ഇപ്പോൾ എനിക്ക് വിജയിക്കാൻ പറ്റൂലേ, ഞാൻ പരാജയപ്പെടുമോ എന്നത് മനസ്സിലാക്കി പേടിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹം മുവഹിദായതുകൊണ്ടും ആ മനുഷ്യൻ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ച ആളായതുകൊണ്ടും അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ച ആളായതുകൊണ്ടും അള്ളാഹുവിന് മാത്രം ആരാധന സമർപ്പിച്ച ആളായതുകൊണ്ടും അള്ളാഹുവിന്റെ കൂടെ മറ്റുള്ളവരെ പങ്കു ചേർക്കാതിരുന്ന വ്യക്തിയായതുകൊണ്ടും അദ്ദേഹത്തിനോട് സന്തോഷവാർത്ത നൽകും. നീ കണ്ടതായ ഈ തൂക്കത്തിനെ പരാജയപ്പെടുത്തുന്നതായ സന്തോഷവാർത്ത നിനക്ക് വരാൻ പോകുന്നുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് നൽകുന്നതും, അങ്ങനെ അവന്റെ സിജില്ലാത്തുകളുടെ കൂട്ടത്തിൽ നിന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലെങ്കിൽ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന കലിമത്ത് തൗഹീദിനെ മറ്റേ തട്ടിൽ വെക്കപ്പെടും. ആ കലിമത്ത് തൗഹീദ് അനുസരിച്ച് പ്രവർത്തിച്ച അഥവാ ശിർക്ക് ചെയ്യാത്തതായ ആ വ്യക്തിയുടെ പ്രത്യേകതയാണ് നാം കേൾക്കുന്നത്. അദ്ദേഹത്തിന്റെ ആ കലിമത്ത് തൗഹീദ് അദ്ദേഹത്തിനടുക്കൽ സുരക്ഷിതത്വത്തോടുകൂടി നിലനിന്നു. എന്തുകൊണ്ട്? അവൻ അള്ളാഹുവിനോടല്ലാതെ അവന്റെ ജീവിതത്തിൽ പ്രാർത്ഥിച്ചിട്ടില്ല, ധാരാളം പാപം ചെയ്തിട്ടുണ്ട്, ധാരാളം ദോഷം ചെയ്തിട്ടുണ്ട്. അതേസമയത്ത് അവൻ ആരാധനയിൽ ഒരു വീഴ്ച വരുത്തിയിട്ടില്ല, ആരാധനയിൽ അള്ളാഹുവിനോടല്ലാതെ പ്രാർത്ഥിച്ചിട്ടില്ല, അള്ളാഹുവിനല്ലാതെ അവനെ നേർച്ചയാക്കിയിട്ടില്ല, അള്ളാഹുവിനല്ലാതെ അവൻ അർത്ഥിട്ടില്ല, അള്ളാഹുവിനെ അല്ലാതെ അവന്റെ ഹൃദയത്തിന്റെ അകത്തിൽ നിന്നിട്ട് ഭയപ്പെട്ടിട്ടില്ല, പേടിച്ചിട്ടില്ല, അള്ളാഹുവിനെ അല്ലാതെ ആരാധനയാകുന്ന സ്നേഹം അവൻ സ്നേഹിച്ചിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ആ തൗഹീദിലൂടെ അവന് വിജയിക്കുന്നു എന്നതാണ് നാം പഠിച്ചത്. തൗഹീദിലൂടെ വിജയിക്കുന്നവരെ കുറിച്ച് റസൂലുള്ളാഹി മറ്റു പല ഹദീസുകളിലും പറഞ്ഞതായ വിശദീകരണമാണ് ഞാൻ നൽകിയത്. അങ്ങനെ അവന്റെ ഈ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന കലിമത്ത് തൗഹീദ് മറ്റേ തട്ടിൽ വെക്കുമ്പോൾ എന്ത് സംഭവിക്കും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അവന്റെ ആ തട്ട് തൂക്കം വർദ്ധിക്കുന്നതും ആ 99ഓളം വരുന്നതായ സിജില്ലാത്തുകൾ, ആ ഫയലുകളെല്ലാം താഴ്ന്നു പോകുന്നതും ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് അവന് വിജയിക്കാൻ സാധിക്കുന്നതും ആണ് എന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അതുകൊണ്ട് നാം ഈ കേട്ടതായ ആയത്തുകളിൽ നിന്നിട്ടും ഹദീസുകളിൽ നിന്നിട്ടും മനസ്സിലാക്കി
മനസ്സിലാക്കാൻ സാധിച്ചത് നമ്മുടെ അമലുകളെ പരലോകത്തിൽ തൂക്കപ്പെടും. അപ്പോൾ ഏറ്റവും തൂക്കം വർദ്ധിക്കുന്നതായ അമലുകൾ നമ്മളിൽ ഉണ്ടാവാൻ വേണ്ടി നാം പരിശ്രമിക്കേണ്ടതാണ്. അതിനുവേണ്ടി നാം പാടുപെടേണ്ടതാണ്. അതിനുവേണ്ടി നാം പാടുപെടുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് മക്ക ഇമാമു സൂചിപ്പിച്ചതുപോലെ തൗഹീദിനെ സംരക്ഷിക്കണം. അതാണ് ഏറ്റവും വൈറ്റ് കൂടുന്നത്. മറ്റ് അമലുകളെക്കാളും വൈറ്റ് കൂടുന്നത് തൗഹീദിനെ സംരക്ഷിക്കലാണ്. എത്ര തന്നെ അമലുകൾ ഉണ്ടെങ്കിലും അവർ ചെയ്തതായ സർവ്വ അമലുകളിലേക്ക് എത്ര നമസ്കരിച്ചാലും, എത്ര നോമ്പ് പിടിച്ചാലും, എത്ര സക്കാത്ത് കൊടുത്താലും, എത്ര ഹജ്ജ് ചെയ്താലും, എത്ര ഉംറ ചെയ്താലും, എത്ര സദഖ ചെയ്താലും, എന്ത് അമൽ ചെയ്താലും, ഇതെല്ലാം ചെയ്യുന്നതോടുകൂടി നല്ല കോലം, നല്ല രീതി, നല്ല താടി, നല്ല തലപ്പാവ്, നല്ല ജീവിത രീതി, ഇതെല്ലാം ആയിരിക്കാം. അതോടുകൂടി അള്ളാഹു അല്ലാത്ത അവർ ഷെട്ടിച്ച ഷെട്ടുകളാകുന്ന മഹാത്മാക്കളെയും സാലിഹ്യങ്ങളെയും ഔലിയാക്കന്മാരെയും ഖബറാളികളെയും വിളിച്ച് പ്രാർത്ഥിക്കുന്നതായ നീച നികൃഷ്ട പ്രവർത്തനം ചെയ്യുന്ന ആളാണ് എന്നത് കാരണത്താൽ അദ്ദേഹത്തിന്റെ തുലാസിന് വൈറ്റ് കൂടുന്നതല്ല. അദ്ദേഹത്തിന്റെ തുലാസിന് വൈറ്റ് കൂടുന്നതായ തൗഹീദ് അവന്റെ കൂടെ ഇല്ലാത്തത് കാരണത്താൽ. അതുകൊണ്ട് തന്നെ അള്ളാഹു പറയുന്നു ഫജഅൽനാഹു ഹബാഅൻ മൻസൂറ, അവന്റെ സർവ്വ അമലുകളെ, അവൻ ചെയ്തതായ സർവ്വ സൽക്കർമ്മങ്ങളെ ഞാൻ വിതരപ്പെട്ട ധൂളിയാക്കി പറപ്പിച്ച് കളയുന്നതാണ്. എന്തുകൊണ്ട്? അവന്റെ കൂടെ തൗഹീദ് ഇല്ലാത്തത് കൊണ്ട്. മക്ക ഇമാമു പറയുന്നു, തൗഹീദിനെ സംരക്ഷിക്കുകയാണെങ്കിൽ റസൂൽ പല ഹദീസുകളിൽ പറഞ്ഞതുപോലെ, അതിനു മുമ്പ് അള്ളാഹു തന്നെ ഖുർആനിൽ പറഞ്ഞതുപോലെ, നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നതായ മാർഗം അത് ശിർക്കിൽ നിന്നിട്ട് മോചിക്കുക, തൗഹീദ് സ്ഥാപിക്കുക എന്നതിലൂടെ മാത്രമാണ്. ലയഹ്ബതന്ന അമലുക, മുഹമ്മദേ നിങ്ങൾ ശിർക്ക് ചെയ്താൽ, മുഹമ്മദിനോട് അള്ളാഹു റസൂലിനോട് അള്ളാഹ് പറയുന്ന വാക്കാണ്, ഖുർആനിലൂടെ നമുക്ക് പാഠം പഠിപ്പിക്കാൻ വേണ്ടിയാണ്. മുഹമ്മദേ നിങ്ങൾ ലൈൻ അശ്റക്ത, നിങ്ങൾ അള്ളാഹുവിന്റെ കൂടെ വല്ല ഷെട്ടികളെ പങ്കു ചേർത്താൽ, വല്ല ഷെട്ടികളെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ, ഇബ്രാഹിമിനെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ, ഇസ്മായിലിനെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ, അല്ലെങ്കിൽ ഏത് ഷെട്ടികളെ, ഏത് ഖബറാളികളെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ, അള്ളാഹുവിന്റെ ആ മഹാ കഴിവിനെ കൽപ്പിനെ വിലവെക്കാതിരുന്നാൽ എന്ത് സംഭവിക്കും? അമലുക, നിങ്ങളുടെ അമൽ തന്നെ നഷ്ടപ്പെട്ടു പോകുന്നതാണ്. റസൂലിന്റെ അമൽ അങ്ങനെയാണെങ്കിൽ മറ്റുള്ളവരുടെ സ്ഥിതി പറയാനില്ലല്ലോ. റസൂലിനോടാണ് അള്ളാഹു പറയുന്നത്, നമുക്ക് പാഠം പഠിക്കാൻ വേണ്ടിയാണ്. അമലുക, നിങ്ങളുടെ അമൽ നഷ്ടപ്പെട്ടു പോകുന്നതാണ്. മിനൽ ഖാസിരീൻ, നിങ്ങൾ നഷ്ടപ്പെട്ടവരിലും കഷ്ടപ്പെട്ടവരിലും പെടുന്നതാണ് എന്ന് അള്ളാഹു തീർത്ത് പറഞ്ഞതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഫുർഖാനുൽ അളീമിൽ ആരെങ്കിലും ശിർക്ക് ചെയ്യുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഹറമല്ലാഹു അലൈഹിൽ ജന്ന, സ്വർഗ്ഗത്തിനെ അവൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കുന്നതാണ്, നരകത്തിൽ കാലാകാലം പ്രവേശിക്കേണ്ടി വരുന്നതാണ്. ഇത് അപകടത്തിലും അപകടം പിടിച്ചതായ വാർത്തയാണ്, അല്ലെങ്കിൽ സംഭവമാണ് പരലോകത്തിൽ വരാൻ പോകുന്നത്. ഇവിടെ അങ്ങനെയുമാവാം ഇങ്ങനെയുമാവാം, അവര് കാട്ടിയല്ലോ ഇവര് കാട്ടിയല്ലോ, അവർ ചെയ്തല്ലോ ഇവർ ചെയ്തല്ലോ, എന്താണ് വരാൻ പോകുന്നത്? അവർക്കൊന്നും പ്രശ്നമില്ലല്ലോ, അവരൊക്കെ സാമ്പത്തികമായിട്ടും ഭൗതികമായിട്ടും പുരോഗതിയിലേക്ക് എത്തിയവരാണല്ലോ. അവര് ചെയ്യുന്നത് ശിർക്കാണെന്ന് നാം വെക്കുകയാണെങ്കിൽ അത്രയും പുരോഗതിയിലേക്ക് അവരെത്തുകയില്ലല്ലോ. അതുകൊണ്ട് അവർ ചെയ്യുന്ന അവരുടെ ആ കോലവും അവരുടെ രൂപവും അവരുടെ ജീവിത രീതിയും കണ്ടിട്ട് ആരും തീരുമാനിക്കരുത് അവർ ചെയ്യുന്നത് ശരിയാണെന്ന്. അല്ല, ചെയ്യുന്നത് ശരിയോ അല്ലേ എന്നത് നോക്കേണ്ടത് ഖുർആനിലുള്ളതനുസരിച്ചിട്ടാണോ, റസൂല് പഠിപ്പിച്ചതനുസരിച്ചിട്ടാണോ, എന്നതിലേക്ക് തുല്യപ്പെടുത്തിയിട്ടാണ്, എന്നതിലേക്ക് യോജിപ്പിച്ചിട്ടാണ്. അതിനോട് തുല്യപ്പെടുത്തി നോക്കുമ്പോൾ ആ രൂപത്തിലാണ് അവരുടെ ജീവിതമെങ്കിൽ രക്ഷ, ഇല്ലെങ്കിൽ ശിക്ഷ. ആ രൂപത്തിലാണ് അവരുടെ ജീവിതമെങ്കിൽ, അഥവാ ഖുർആൻ അനുസരിച്ചിട്ടാണ് അവരുടെ ജീവിതമെങ്കിൽ, അല്ലാഹു റസൂല് നമ്മളോട് പറഞ്ഞതായ പ്രവചനം അനുസരിച്ചിട്ടാണ് ജീവിതമെങ്കിൽ തുലാസിൽ തൂക്കം കൂടും, ഇല്ലെങ്കിൽ തൂക്കം ഉണ്ടാവുകയില്ല. നാം അവിടെ വെച്ചിട്ട് പരാജയത്തിൽ പരാജയപ്പെട്ട ആളായി മാറുന്നതാണ്. അതുകൊണ്ടാണ് അബുൽ അഹ്വസ് റളിയല്ലാഹു തആല അൻഹു പറയാൻ കാരണം, ഞാൻ പേടിയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഏറ്റവും പേടി ഇദാ സഖുലത് മീസാനു അബ്ദിൻ നൂദിയ, പരലോകത്തിൽ ഒരു അടിമയുടെ മീസാൻ തൂക്കം വർദ്ധിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് പറയപ്പെടും എന്ത്? മുമ്പുള്ളവരും പിമ്പുള്ളവരും ജീവിക്കുന്ന ആദം മുതൽ അന്ത്യം വരെ ജീവിച്ച് മരിച്ചു പോയതായ എല്ലാവരും ഒരുമിച്ച് കൂടുന്ന ലക്ഷക്കണക്കിൽ കോടിക്കണക്കിൽ കോടിക്കണക്കിൽ മലക്കുകളുടെ സാന്നിധ്യം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സദസ്സിൽ അവിടെ തൂക്കപ്പെടുന്ന ഈ അല്ലാഹു ഓരോ മനുഷ്യന്റെ അമലുകളെ തൂക്കപ്പെടുന്ന സന്ദർഭത്തിൽ തൂക്കിക്കഴിഞ്ഞാൽ അവിടെ വിജയിക്കുന്ന ആളെക്കുറിച്ച് പറയപ്പെടുന്ന വാക്കിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അവിടെ പ്രഖ്യാപിക്കപ്പെടും സഅദ ഫുലാനുൻ സഅദതൻ ലാ യഷ്ഖാ ബഅദഹാ അബദാ. ഇന്ന വ്യക്തി, അദ്ദേഹത്തിന്റെ ഭൂമിയിൽ ഏറ്റവും അറിയപ്പെട്ടതായ പേരുകൊണ്ട് അവിടെ വിളിച്ചു പറയപ്പെടും, ഇന്ന വ്യക്തി വിജയിച്ചു പോയി, ഇന്ന വ്യക്തി വിജയിച്ചു പോയി. എന്തൊരു വിജയമാണ്! സഅദതൻ ലാ യഷ്ഖാ ബഅദഹാ അബദാ. അതിനുശേഷം ഇനി ഒരിക്കലും അദ്ദേഹം പരാജയപ്പെടുന്നതല്ല, ഇനി പരാജയപ്പെടുക തന്നെ ഇല്ല. അങ്ങനെയുള്ള മഹാവിജയം അവന് വിജയിച്ചു
പോയി എന്ന് അവിടെ പ്രഖ്യാപിക്കപ്പെടുന്നതാണ്. ആ ദിവസത്തെയാണ് എനിക്ക് ഭയം എന്ന് മഹാനായ അബുൽ അഹ്വസ് പറഞ്ഞതായിട്ട് മക്ക ഇമാം ഇന്ന് ഉദ്ധരിച്ചു. എന്നാൽ അതേ സമയത്ത് അവിടെ തൂക്കത്തിൽ അവന്റെ മീസാനിൽ അവന്റെ അമലുകളെ തൂക്കി നോക്കുമ്പോൾ അതിന് വൈറ്റില്ലാത്തതായ തൗഹീദ് ഇല്ലാത്തത് കാരണത്താൽ, ശിർക്ക് പേർന്നാളായ കാരണത്താൽ, ഖബറാളികളെ വിളിച്ച് പ്രാർത്ഥിച്ചത് കാരണത്താൽ, ഔലിയാക്കന്മാരെയും മരിച്ചവരെയും വിളിച്ച് പ്രാർത്ഥിച്ചത് കാരണത്താൽ, ശിർക്ക് ചെയ്തത് കാരണത്താൽ അള്ളാഹു ദേഷ്യപ്പെടാനും അള്ളാഹു അവനെ ശപിക്കാനും കാരണമായ രൂപത്തിൽ ജീവിച്ചവനായതിലൂടെ എന്ത് സംഭവിക്കുന്നു? അങ്ങനെയാണ് സംഭവിച്ചതെങ്കിൽ, അങ്ങനെയാണ് അവൻ ചെയ്തു കൂട്ടിയതെങ്കിൽ, അവന്റെ കൂടെ രക്ഷപ്പെടാനുള്ളതായ തൗഹീദ് ഇല്ലെങ്കിൽ, അള്ളാഹുനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ചവരല്ലെങ്കിൽ അവൻ പരലോകത്തെത്തിക്കഴിഞ്ഞാൽ അവൻ പരാജയപ്പെടും. പക്ഷേ പരാജയപ്പെടൽ മാത്രമല്ല, ഈ പരാജയം ആദം മുതൽ അന്ത്യം വരെ ജീവിച്ച് മരിച്ചവരെല്ലാവരെയും കേൾപ്പിച്ചുകൊണ്ട് അവിടെ റസൂല് പറയുന്നു, എല്ലാവരെയും കേൾപ്പിച്ചുകൊണ്ട് അവിടെ വിളിച്ചു പറയപ്പെടും, ശഖിയ ഫുലാനും ശഖാവതൻ ലാ യശ്ഖാ ബഅദഹാ അബദാ. ഇന്ന മനുഷ്യൻ, ഇന്ന ഹാജിയാർ, ഇന്ന മുസ്ലിയാർ, ഇന്ന മനുഷ്യൻ, ഇന്ന മുസ്ലിമാണെന്ന മുസ്ലിം നാമധാരിയായിട്ട് വേഷധാരിയായി ജീവിച്ച മനുഷ്യൻ അവനതാ പരാജയപ്പെട്ടിരിക്കുകയാണ്. എന്തുകൊണ്ട്? അവന്റെ കൂടെ തൗഹീദ് ഇല്ലാത്തത് കാരണത്താൽ. എങ്ങനെയുള്ള പരാജയമാണ് ഇനി? അങ്ങനെയുള്ള പരാജയം പരാജയപ്പെടാനേ ഇല്ല. എങ്ങനെയുള്ള പരാജയമാണ്? ആ പരാജയത്തോടു കൂടി ഇനി അവന് വിജയം ഇല്ല, വിജയം കൈവരിക്കാൻ സാധിക്കുന്നതുമല്ല. തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞു അള്ളാഹുവിൻ്റെത് എന്ന് പറയപ്പെടുന്നതായ ആ മഹാരംഗത്തെയാണ് എനിക്ക് പേടി എന്നതാണ് മഹാനായ അബുൽ അഹ്വസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള മഹാ അപകട രംഗത്തിലേക്ക് എത്തുന്നതിനു മുമ്പായി, മരണപ്പെടുന്നതിനു മുമ്പായി പശ്ചാത്തപിച്ച് തൗബ ചെയ്ത് ഓരോരുത്തരും അവന്റെ അമൽ സാലിഹാത്ത് വർദ്ധിപ്പിക്കുവാനും ആ അമൽ സാലിഹാത്തിനെ സംരക്ഷിക്കുന്നതായ തൗഹീദ് സംരക്ഷിക്കുവാനും ഓരോരുത്തരും പരിശ്രമിക്കുക. അതാണ് നമുക്ക് വിജയിക്കാനുള്ളതായ മാർഗം. അതുകൊണ്ട് തന്നെയാണ് നമുക്കറിയാവുന്നതുപോലെ ആദ്യം ഈമാൻ കൊണ്ടതായ, ആദ്യം പുരുഷന്മാരുടെ കൂട്ടത്തിൽ സത്യവിശ്വാസിയായതായ ഉമ്മത്ത് മുഹമ്മദിന്റെ നേതൃത്വം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഉമ്മത്തുകളിൽ നിന്നിട്ട് ഏറ്റവും കൂടുതൽ മീസാൻ വർദ്ധിക്കുന്ന വ്യക്തി അദ്ദേഹമാണ്. ആരാണത്? മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. അബ്ദുല്ലാഹി ഇബ്നു അബി ഖുഹാഫ, അബ്ദുല്ലാഹി ഇബ്നു ഉസ്മാൻ എന്ന് നാം പരിചയപ്പെടുത്താറുള്ളതായ അബൂ ഖുഹാഫയുടെ മകൻ അബൂബക്കർ സിദ്ദീഖ് നാം പഠിച്ചതാണ്. മാ തലഅത്ത് ശംസു വലാ ഗറബത് അലാ റജുലിൻ ബഅദ നബിയ്യിന അഫ്ളല മിൻ അബീ ബക്കർ. നബിമാര് കഴിഞ്ഞാൽ സൂര്യൻ ഉദിക്കുകയോ അസ്തമിക്കുകയോ ചെയ്തിട്ടില്ല ഒരു മനുഷ്യന്റെ തലയുടെ മീതെ അബൂബക്കറിനേക്കാളും ശ്രേഷ്ഠതയുള്ള എന്നതാണ്. അങ്ങനെയുള്ള മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഉമ്മത്ത് മുഹമ്മദ് ആ സകലം ഒരു തട്ടിലും അബൂബക്കർ മറ്റൊരു തട്ടിലും വെച്ചാൽ അദ്ദേഹത്തിന്റെ അമലുകളെ ഒരു തട്ടിൽ വെച്ചാൽ അബൂബക്കറിന്റെ തട്ടായിരിക്കും ഏറ്റവും വർദ്ധിച്ചതായതായി മാറുക. എന്തുകൊണ്ട്? അബൂബക്കറിന്റെ ഈമാൻ എല്ലാവരുടെ ഈമാനിനേക്കാളും ശക്തിയുള്ള ഈമാനാണ്. അവിടെ ഈമാനിലൂടെയാണ് മീസാനിനെ വിലയിരുത്തപ്പെടേണ്ടത്. അതുകൊണ്ട് നല്ല കട്ടിയുള്ള ഈമാൻ ആവേണമെങ്കിൽ യാതൊരു നിലക്കും കലർപ്പില്ലാത്ത നിഷ്കളങ്കതയോടുകൂടി അള്ളാഹുനെ മാത്രം ആരാധിക്കുന്ന, അള്ളാഹുനെ മാത്രം പ്രാർത്ഥിക്കുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ കഹ്ഫിന്റെ അവസാനത്തിൽ പറഞ്ഞതുപോലെ മൻ കാന യർജു ലിഖാഅ റബ്ബിഹി ഫൽയഅമൽ അമലൻ സാലിഹാ വലാ യുശ്രിക് ബിഇബാദതി റബ്ബിഹി അഹദാ. ആരെങ്കിലും അള്ളാഹുവിനെ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ നല്ല കാണൽ, നല്ല സന്തോഷത്തോടു കൂടിയുള്ള കാണൽ. നേരത്തെ നിങ്ങൾ കേട്ടതായ ആ പ്രഖ്യാപനമുണ്ടല്ലോ, ഒരു മനുഷ്യന് വിജയിച്ചു പോയി, ഇനി അങ്ങനെയുള്ള വിജയം ആർക്കും ലഭിക്കുന്നതല്ല, പരാജയം അദ്ദേഹത്തിന് ഇല്ല എന്ന് അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞ് പ്രഖ്യാപിക്കപ്പെടുന്നതായ അങ്ങനെയുള്ളതായ വിജയം കൈവരുത്തണമെന്നും അള്ളാഹുവിന്റെ ആഗ്രഹമുണ്ടെന്നും അള്ളാഹുവിന്റെ നല്ല രൂപത്തിൽ ഉണ്ടാവണമെന്നും ആഗ്രഹിക്കുന്ന വിഭാഗം എന്താണ് അള്ളാഹു പറയുന്നത്? ഫൽയഅമൽ അമലൻ സാലിഹാ. സൽക്കർമ്മം അവൻ ചെയ്യട്ടെ, നല്ല അമലുകൾ ചെയ്യട്ടെ, ആത്മാർത്ഥമായി ചെയ്യട്ടെ. ആത്മാർത്ഥമായ അമലാവണമെങ്കിൽ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ. അവന്റെ റബ്ബിന് ചെയ്യുന്നതായ അമലിൽ ആരെയും പങ്കു ചേർക്കാൻ പാടുള്ളതല്ല, ആരെയും കൂറുകു ചേർക്കാൻ പാടുള്ളതല്ല, ലോകമാന്യം വരെ പാടുള്ളതല്ല, ആർക്ക് വേണ്ടിയും അമൽ ചെയ്യാൻ പാടുള്ളതല്ല, ആരെയും അമലിൽ പങ്കു ചേർക്കാൻ പാടുള്ളതല്ല. ആത്മാർത്ഥതയോടുകൂടി അള്ളാഹുവിന് മാത്രമായിരിക്കണം അമൽ ചെയ്യേണ്ടത്. അപ്പോഴാണ് നമുക്ക് എന്ത് സാധിക്കുക? നമ്മുടെ മീസാൻ വർദ്ധിച്ചതാവാൻ സാധിക്കുക. അങ്ങനെ മീസാൻ വർദ്ധിക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ മീസാനിനെ, നമ്മുടെ അമൽ സാലിഹാത്തിനെ അള്ളാഹു പെടുത്തുമാറാകട്ടെ. വളരെ പ്രയാസമുള്ളതാണ് അവിടെ വിജയിക്കുക പരാജയപ്പെടുക എന്ന കാര്യം തീരുമാനിക്കൽ. അതുകൊണ്ട് ആ പ്രയാസമുള്ള സന്ദർഭത്തിൽ, ആ പ്രയാസമുള്ള വൻസഭയിൽ, ആ പ്രയാസമുള്ളതായ ആ ഒരു
ഒരുമിച്ച് കൂടലിൽ അന്ന് വിജയിക്കലാണ് യഥാർത്ഥ വിജയം എന്നാണ് നിങ്ങൾ കേട്ടതുപോലെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങാൻ പോകുന്ന സന്ദർഭത്തിൽ വരേക്കും അല്ലാഹുമ്മ തഖിൽ മീസാനി എന്നതായ നീണ്ട പ്രാർത്ഥനയുടെ ഒരു ഭാഗമാണ് പറയാറുണ്ടായിരുന്നു എന്ന് മക്ക ഇമാം ഇന്ന് ഉണർത്തുകയുണ്ടായി. എന്റെ മീസാനിനെ നീ വർദ്ധിപ്പിക്കണമേ റബ്ബേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ വരേക്കും ഉറങ്ങാൻ കിടക്കുമ്പോൾ പ്രാർത്ഥിക്കാറുണ്ടെങ്കിൽ നമ്മുടെ സ്ഥിതി പറയേണ്ടതില്ല. നാം അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണമെന്ന് പറയാൻ വേണ്ടിയാണ് മക്ക ഇമാം ഇതൊക്കെ ഉണർത്തിയത്. ഈ പറഞ്ഞതായ ആയത്തുകൾ, ഈ പറഞ്ഞതായ ഹദീസുകളൊക്കെ കുറിച്ചത് കൃത്യമായിട്ട് അവിടെ മീസാനുണ്ട്, കൃത്യമായിട്ട് അവിടെ തൂക്കമുണ്ട്, കൃത്യമായിട്ട് അവിടെ വിധി നൽകപ്പെടുന്നതായ ദിവസം വരാൻ പോകുന്നുണ്ട്. അവിടുന്ന് ഓടി രക്ഷപ്പെടാനോ അല്ലെങ്കിൽ കൈച്ചലാവുവാനോ ഒരു ചാൻസുമില്ല. അവിടെ രക്ഷപ്പെടുന്ന ആള് മക്ക ഇമാം തുടരുന്നു, രക്ഷപ്പെടുന്ന ആള് വഹദാനിയത്തിൽ കൂടി മാത്രം, അള്ളാഹുവിന്റെ തൗഹീദിൽ കൂടി അള്ളാഹുവിനെ ഏകനാക്കിയവർക്ക് മാത്രമാണ് അവിടെ വിജയിക്കാൻ സാധിക്കുക. അള്ളാഹുവിനെ ഏകനാക്കാത്ത, അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കാത്ത, അള്ളാഹ്ക്ക് മാത്രം ആരാധനകൾ സമർപ്പിക്കാത്ത, അള്ളാഹുവിന്റെ അസ്മാകളും സിഫാത്തുകളും പഠിക്കേണ്ടി വരും. അള്ളാഹുവിന്റെ കഴിവുകൾ കൽപ്പുകൾ പഠിക്കേണ്ടി വരും. അള്ളാഹു ആര് ഷിട്ടാവ്, ആര് ഷെട്ടി, ആര് എന്നത് വേർതിരിച്ച് മനസ്സിലാക്കേണ്ടി വരും. അങ്ങനെയുള്ളതായ ആ രൂപത്തിലുള്ള മനസ്സിലാക്കി കഴിഞ്ഞാലേ അള്ളാഹുവിന്റെ കഴിവ് കൽപ്പ് മനസ്സിലാക്കി അമൽ ചെയ്യാൻ സാധിക്കുകയുള്ളൂ, ഇബാദത്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ, സുജൂദ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ, നിസ്കരിക്കാൻ സാധിക്കുകയുള്ളൂ, ഏത് അമലും ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കാരണം ഏത് അമലും വൈറ്റുള്ള അമലായി മാറണമെങ്കിൽ അതിൽ ആത്മാർത്ഥത വേണം, അതിൽ അള്ളാഹ്ക്ക് മാത്രം എന്നതായ ആ തത്വം ഉൾക്കൊള്ളണം. അതാണ് ഞാൻ നേരത്തെ ഓതി വെച്ചത് ആയത്ത് കുറിക്കുന്നത്. എന്നാൽ മദീനത്ത് മസ്ജിദ് നബവിയിൽ വെച്ചിട്ട് ഡോക്ടർ അബ്ദുൽ മുഹ്സിൻ ഖാസിം സംസാരിച്ചതായ വിഷയം അള്ളാഹു നമുക്ക് ചെയ്തു തരുന്നതായ ആ വിശാലമായ അനുഗ്രഹത്തിൽ ഒരു അനുഗ്രഹത്തെ കുറിച്ചാണ്. ആ വിശാലമായ അനുഗ്രഹത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ കഴിവ് കൽപ്പന ലോകത്തിന് മനസ്സിലാക്കാൻ വേണ്ടി അവനാണ് മുദബ്ബിറുൽ അംർ, നമ്മുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുന്ന നിയന്ത്രിക്കുന്നവൻ. അവനാണ് മുദബ്ബിറുൽ ആലം, ലോകത്തെ നിയന്ത്രിക്കുന്ന ആള്. ലോകത്തെ നിയന്ത്രിക്കുന്ന ആള് ഇന്ന് ഷിയാക്കള് പറഞ്ഞ് പ്രചരിപ്പിക്കാറുള്ളത് പോലെ ലോകത്തെ നിയന്ത്രിക്കുന്നത് ഔലിയാക്കന്മാരല്ല, സാലിഹീങ്ങളല്ല, മഹാത്മാക്കളല്ല, ആരുമല്ല. ആർക്കും അതിനുള്ള കഴിവുകൾ അല്ലാഹു കൊടുത്തിട്ടില്ല. ലോകത്തെ ആ സകലം നിയന്ത്രിക്കുന്നത് റബ്ബുൽ ആലമീനായ റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു മാത്രമാണ്. അങ്ങനെയുള്ളതായ റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു അവന്റെ ഹിക്മത്തിൽ അവൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഗൈബായ കാര്യങ്ങളെ ശക്തികളെ തൊട്ട് തടഞ്ഞിട്ടുണ്ട്, മറച്ചിട്ടുണ്ട്. ആർക്കും ഗൈബ് അറിയുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമാണ് ഗൈബ് അറിയുക. ഗൈബ് എന്നതായ അദൃശ്യ സംഭവം അത് അള്ളാഹ്ക്കല്ലാതെ ശക്തികൾക്ക് ആർക്കും അറിയുകയില്ല. അവന്റെ നബിമാരിൽ നിന്നിട്ട്, അവന്റെ ശക്തികളിൽ നിന്നിട്ട്, അവന്റെ ചില നബിമാർക്ക് അവർക്ക് ആവശ്യമുള്ളതായ അവരിലേക്ക് അർപ്പിക്കപ്പെട്ടതായ ദഅവത്ത്, ആ റിസാലത്ത്, അതിനാവശ്യമുള്ളതായ ചില കാര്യങ്ങൾ അവർക്ക് അറിയിച്ചു കൊടുത്തു എന്നല്ലാതെ മൊത്തത്തിൽ ഗൈബ് എന്നത് അത് നബിമാർക്കും അറിയുകയില്ല, ആർക്കും അറിയുകയില്ല. ലാ യഅലമുൽ ഗൈബ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഗൈബ് അറിയുന്നവൻ അറിയുന്ന ആൾ ഇല്ലേ ഇല്ല. ലാ യഅലമു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദിൽ ഗൈബ ഇല്ലല്ലാഹ്, ആകാശത്തിലോ ഭൂമിയിലോ ഇല്ല. അഥവാ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് വരേക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചപ്പോൾ എപ്പോഴാണ് ഖിയാമത്ത് നാളെ എന്ന് ചോദിച്ചപ്പോൾ ചോദിച്ച ആളും ചോദിക്കപ്പെട്ട ആളും തുല്യരാണ് എന്നാണ് അവിടെ മറുപടി കിട്ടിയത്. അഥവാ ജിബ്രീലിനും അറിയുകയില്ല എന്നാണ് ഖിയാമത്ത് നാൾ എന്ന്. അപ്പോൾ അള്ളാഹു അറിയിച്ചു കൊടുത്തത് മലക്കുകൾക്ക് അറിയും, അള്ളാഹു അറിയിച്ചു കൊടുത്തത് നബിമാർക്ക് അറിയും എന്നല്ലാതെ മൊത്തത്തിൽ ഗൈബ് എന്ന് പറയുന്നതായ വിശാലമായ ആ ഗൈബ് ഓരോ മനുഷ്യന്റെ ഉള്ളറിയുക, അവൻ എന്ത് ചിന്തിക്കുന്നു, അവൻ എന്ത് ഉദ്ദേശിക്കുന്നു, അവൻ ചെയ്തതായ അമൽ കൊണ്ട് എന്ത് അവൻ ഉദ്ദേശിച്ചു, അവൻ എവിടെ പോകുന്നു, എവിടെ വരുന്നു, എവിടെ മരിക്കും, എവിടെ താമസിക്കും, ഇതെല്ലാം കൃത്യമായിട്ട് അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. അതൊരു ജിന്നിനോ ഒരു പിശാചിനോ ഒരു മലക്കിനോ ഒരു വലിയനോ ഒരു നബിക്കോ ആർക്കും തന്നെ അറിയുന്നതല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു കൊടുത്തത് മാത്രമേ അവർക്ക് അറിയുകയുള്ളൂ, ആർക്ക്? നബിമാർക്ക്. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ശക്തികൾക്ക് ചെയ്തതായ നിഅമത്തുകൾ എന്നിട്ടൊരു നിഅമത്താണ് എന്ത് അവൻ ശേഷിപ്പിച്ചു, ബാക്കിയാക്കി വെച്ചു ആ ശക്തികൾക്ക് വേണ്ടിയിട്ട്. എന്ത്? ഖിയാമത്ത് നാൾ അടുത്തു കഴിഞ്ഞാൽ ശക്തികൾ എന്നിട്ട് പലരെയും അള്ളാഹുലേക്ക് എടുത്ത, അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ച സത്യവിശ്വാസികൾ പരിസരത്തിൽ കാണുന്നതായ ആ പ്രയാസം കണ്ടിട്ട് അവര് ബുദ്ധിമുട്ടാതിരിക്കാൻ വേണ്ടി, അവരുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി, അവരുടെ ഈമാനിനെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല കിനാവ് കാണിച്ചു കൊടുക്കുമെന്നാണ്. നല്ല നല്ല ഫലഖുസ് സുബ്ഹ് പോലത്തതായ കിനാവ്, നല്ല പ്രഭാതം പോലത്തതായ കിനാവ്
കിനാവ് അവർക്ക് കാണിച്ചു കൊടുക്കുമെന്നാണ്. അപ്പോൾ കിനാവ് എന്നത് യഥാർത്ഥത്തിൽ ഇവിടെ നബിമാർക്ക് സന്തോഷവാർത്ത നബിമാർക്ക് നൽകിയതായ ഭാഗമായിരുന്നു. അവർക്ക് വഹീന്റെ ഒരു ഭാഗമായിട്ടാണ് കിനാവ് നൽകിയത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് 6 മാസം കിനാവ് കണ്ടതായിരുന്നു എന്നതാണ് നാം കേട്ടത്. അതുകൊണ്ട് തന്നെ നല്ല കിനാവ്, അർത്ഥമുള്ള കിനാവ് ഒരാൾ കാണുകയാണെങ്കിൽ നുബുവത്തിന്റെ 46 ഒരു ഭാഗം കരഗതമാക്കിയ ആള് ലഭിച്ച ആളായി മാറി എന്നൊക്കെ ഹദീസിൽ കാണാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ കിനാവ് എന്നതായ പ്രത്യേകത അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം അലൈഹിസ്സലാമിന് മകനാർക്കാൻ വേണ്ടി കിനാവ് കാണിച്ചു കൊടുത്തു. യൂസുഫ് നബി അലൈഹിസ്സലാമിന് ഇന്നി റഅയ്തു 11 കൗകബൻ വശംസ വൽ ഖമറ റഅയ്തുഹും ലീ സാജിദീൻ, ഞാൻ എന്റെ ഉമ്മയും വാപ്പയും അതുപോലെ തന്നെ സഹോദരന്മാരും എനിക്ക് സുജൂദ് ചെയ്യുന്നതായിട്ട് കണ്ടു എന്ന് മഹാനായ യൂസുഫ് അലൈഹിസ്സലാം പറഞ്ഞതായിട്ട് ഖുർആനിൽ കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് കിനാവുകൾ കാണിച്ചു കൊടുത്തു. നിങ്ങൾ ലഖദ് സദഖല്ലാഹു റസൂലഹു റുഅ്യാ ബിൽ ഹഖ് ലതദ്ഖുലുന്നൽ മസ്ജിദൽ ഹറാമ ആമിനീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് കിനാവ് കാണിച്ചു കൊടുത്ത ആ കിനാവിൽപ്പെട്ടതായിരുന്നു നിങ്ങൾ സുരക്ഷിതത്വത്തോടു കൂടി നിങ്ങൾ നാട് കടത്തപ്പെട്ടതായ മക്കയിലേക്ക് നിങ്ങൾ കടക്കുക തന്നെ ചെയ്യും. ഉംറ ചെയ്തുകൊണ്ട് മുടി വെട്ടിയും കൊണ്ട് മുടി വടിച്ചും കൊണ്ട് അവിടെ ചെല്ലുന്നതായ കാലം വരാൻ പോകുന്നുണ്ട്. അത് പിന്നെ പുലരുകയും ചെയ്തു. അപ്രകാരം തന്നെ ഫതഹ് മക്കയിലേക്ക് സന്തോഷവാർത്ത അതിലൂടെ നൽകുകയും ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല ബദറിൽ വെച്ചിട്ട് യുരീകഹും അല്ലാഹു ഫീ മനാമിക ഖലീലൻ വലൗ അറാകഹും കസീറൻ, ബദറിൽ വെച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കിനാവിൽ കാഫിരീങ്ങൾ വളരെ ചുരുക്കമായിട്ട് അവിടെ കാണിച്ചു കൊടുത്തു. അവർ വർദ്ധിച്ചവരായി കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ മുസ്ലിങ്ങൾക്ക് പ്രയാസമുണ്ടായിരുന്നേനെ എന്നതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ കാണിച്ചു കൊടുത്തത് എന്താണ്? മുശ്രിക്കീങ്ങൾ വളരെ ചുരുക്കമാണ് എന്നതാണ് കിനാവിൽ കാണിച്ചു കൊടുത്തത്. അങ്ങനെ പല പല കിനാവുകൾ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനു അതിനു മുമ്പ് നബിമാർക്കും കാണിച്ചു കൊടുത്തതായ ഭാഗങ്ങളൊക്കെ ഇന്ന് മദീന ഇമാം വിശദീകരിച്ചതിന് ശേഷം ഈ കിനാവിന്റെ തഅബീർ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നബിമാർക്ക് പഠിപ്പിച്ചതായ ഭാഗമാണ്. നബിമാരിലിട്ട് യൂസുഫ് നബി അലൈഹിസ്സലാം അത് ഒരു മഹാഭാഗ്യമായിട്ടാണ് അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയിൽ പറഞ്ഞത്. റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്കി വഅല്ലംതനി മിൻ തഅവീലിൽ അഹാദീസി ഫാത്തിറസ് സമാവാതി വൽ അർളി അൻത വലിയ്യി ഫിദ് ദുനിയ വൽ തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ എന്ന് അദ്ദേഹം അവസാനം പ്രാർത്ഥിച്ച സന്ദർഭത്തിൽ അദ്ദേഹം കിനാവിൽ കണ്ടതെല്ലാം അവിടെ സഫലീകരിക്കപ്പെട്ടു, അതുപോലെ സംഭവിക്കപ്പെട്ടു. ആ സംഭവിക്കുന്നത് കാണുകയും ചെയ്തു. മാതാപിതാക്കൾ വന്നു, അവരെല്ലാം അവിടെ സാഷ്ടാംഗം നടത്തി യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ മുമ്പിൽ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം അവരുടെ നീണ്ട ജീവിതത്തോട് വിടവാങ്ങുന്ന സന്ദർഭത്തിൽ അവർ അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിച്ചതായ ആ ശുക്രിന്റെ വാക്കിൽപ്പെട്ടതാണ് റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്ക്, എനിക്ക് നീ രാജകീയത്വം നൽകിയില്ലേ, എനിക്ക് നേതൃത്വം നൽകിയില്ലേ. വഅല്ലംതനി മിൻ തഅവീലിൽ അഹാദീസി, അല്ലാഹു ചെയ്തതായ വിശാലമായ അനുഗ്രഹത്തിന്റെ മറ്റൊരു ഭാഗമാണ് നീ കിനാവിന്റെ തഅബീർ നൽകാനുള്ളതായ കഴിവ് നൽകിയില്ലേ. അപ്പോൾ കിനാവിന്റെ തഅബീർ എന്ന് പറയുന്നത് എല്ലാവർക്കും കിട്ടുന്നതും എല്ലാവർക്കും സാധിക്കുന്നതുമല്ല. അത് പണ്ട് നബിമാർക്ക് അല്ലാഹു നബിമാരിൽ ചിലർക്ക് അല്ലാഹു നൽകിയതാണ്. അതുപോലെ തന്നെ ഇന്നും എല്ലാവർക്കും കിട്ടിക്കൊള്ളണമെന്നില്ല, എല്ലാവർക്കും സാധിച്ചോളണമെന്നില്ല. അതുകൊണ്ട് ആരും തന്നെ അവന്റെ ഇഷ്ടാനുസരണം കിനാവിന്റെ താബീർ പറയാൻ പോകരുത്. കിനാവ് ഒരാൾ കണ്ടു കഴിഞ്ഞാൽ നല്ല കിനാവാണെങ്കിൽ അത് ഏറ്റവും ഇഷ്ടപ്പെട്ടവരോട് മാത്രമേ പറയാവൂ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. കാരണം ഇഷ്ടപ്പെട്ട ആളോട് പറഞ്ഞില്ലെങ്കിൽ അസൂയ കാരണത്താൽ അവൻ തെറി പറയും, അവൻ വേണ്ടാത്തത് പറയും. ചിലപ്പോൾ അത് കാരണത്താൽ അത് സംഭവിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളോട് പറയുക, അല്ലെങ്കിൽ മൗനം വീക്ഷിക്കുക, അള്ളാഹു സ്തുതി ചെയ്യുക നല്ല കിനാവ് കണ്ടതെങ്കിൽ. ഈ കിനാവ് എന്ന് പറയുമ്പോൾ ഇവിടെ ശ്രദ്ധേയമാണ്. മറന്നു പോകുന്നതിന് മുമ്പ് ഞാൻ ഉണർത്തുന്നു, മക്ക ഇമാം നമ്മുടെ ശ്രദ്ധയിൽ പെടുത്തിയതായ ഭാഗമാണ്. കിനാവിലൂടെ, നബിമാരുടെ കിനാവല്ല, നമ്മുടെ കിനാവിലൂടെ ദീനിന്റെ ഒരു ഹുക്കം ഇവിടെ ഉണ്ടാകുന്നതല്ല, ദീനിന്റെ ഒരു വിധി ഇവിടെ ഉണ്ടാകുന്നതല്ല. അതുകൊണ്ട് ആരും തന്നെ ഇന്നാൾക്ക് കിനാവ് കണ്ടുപോലോ മറ്റാളെ കുറിച്ച് അദ്ദേഹത്തിനെ കുറിച്ച് ആ കണ്ടതായ കിനാവിൽ ഇന്ന ഇബാദത്ത് ചെയ്താൽ അദ്ദേഹത്തിന് ഇന്നത് കിട്ടും എന്ന് കിനാവ് കണ്ടാൽ അത് അംഗീകരിക്കേണ്ടതില്ല. കാരണം ഈ കിനാവിലൂടെ ഒരു ഇബാദത്ത് ചെയ്യാനോ ഒരു ഇബാദത്ത് കുറക്കാനോ ഒരു ഇബാദത്ത് സ്ഥാപിക്കപ്പെടാനോ ഇവിടെ സാധിക്കുന്നതല്ല. കാരണം അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി എന്ന ആയത്തിലൂടെ ഇവിടെ മതം പൂർത്തിയായിരിക്കുകയാണ്. ആ മതത്തിൽ വള്ളിക്കോ പുള്ളിക്കോ കൂട്ടുവാനോ കുറക്കുവാനോ അധികാരമോ അവകാശമോ ഒരു ശക്തിക്കോ ഒരു വ്യക്തിക്കോ ലോകത്തിൽ ഇല്ലേ ഇല്ല. അത് കിനാവിലൂടെയുമില്ല, അല്ലാത്ത രൂപത്തിലുമില്ല. വഹി കട്ടായി കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ആരെങ്കിലും കിനാവ് കണ്ടാൽ ആ കിനാവിലൂടെ ആ കിനാവ് കണ്ടവന് ഒരു പക്ഷെ അത് സന്തോഷവാർത്തയായിരിക്കാം ആ വിഷയത്തിൽ, എന്നല്ല ദീനിൽ അത് വിധിയായി മാറുന്നതല്ല. ദീനിൽ വിധിയാണെന്ന് മനസ്സിലാക്കുന്നത് അത് അജ്ഞത കൊണ്ടാണ്, അറിവില്ലായ്മ
അറിവില്ലായ്മ കൊണ്ടാണ്. അമിത സൂഫിസത്തിന്റെ ഉടമകളും ഇസ്ലാമിനെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കാത്തവരും പ്രത്യേകിച്ച് അള്ളാഹു അല്ലാത്ത വിളിച്ച് പ്രാർത്ഥിച്ച് അള്ളാഹുവിനെ തരം താഴ്ത്തുന്ന ഷിയാക്കളുമെല്ലാം കിനാവിലൂടെയാണ് അവരുടെ തത്വങ്ങളൊക്കെ സ്ഥാപിക്കുന്നത്. കിനാവിലൂടെ ഇന്ന തരീഖത്തിന്റെ ഷെയ്ഖ് പറഞ്ഞു, അദ്ദേഹം കിനാവിൽ കണ്ടു, ഇന്നാളെ കുറിച്ച് അദ്ദേഹം നല്ല ആളാണ്, ഇന്നാളെ കുറിച്ച് അദ്ദേഹം വടക്കാണ്, ഇന്ന വ്യക്തിയെ കുറിച്ച് അവൻ ചെയ്യുന്ന ഇബാദത്ത് അത്ര ചെയ്താൽ മതി, ഇന്ന വ്യക്തിയെ കുറിച്ച് അവൻ ആ ഒരു പ്രത്യേക ഗ്രേഡിലേക്ക് എത്തിക്കഴിഞ്ഞു, ഇനി അവൻ നിസ്കരിക്കേണ്ടതില്ല, ഇനി അവൻ നോമ്പ് നോക്കേണ്ടതില്ല. അങ്ങനെ കഞ്ചാവ് തിന്നാനും അശ്ലീലം ചെയ്യാനും വ്യഭിചരിക്കാനും കള്ളു കുടിക്കാനും ദോഷം ചെയ്യാനും പാപം ചെയ്യാനും തെറ്റ് ചെയ്യാനും നിസ്കാരം ഉപേക്ഷിക്കാനും കളവ് പറയാനും നോമ്പ് ഉപേക്ഷിക്കാനും നോമ്പ് നോറ്റവരെ നിമർപ്പിക്കാനും എല്ലാം കാരണമായി തീരുന്നത് പലപ്പോഴും ഇങ്ങനെയുള്ളതായ അജ്ഞതയിൽ നിന്നിട്ട് വ്യാപകമാകുന്നതാണ്, ഉടലെടുക്കുന്നതാണ്. എന്താണ് അജ്ഞത? കിനാവിലൂടെ നമുക്ക് എന്തും സ്ഥാപിക്കാം. അങ്ങനെ ഇല്ലാത്ത കിനാവ് പറഞ്ഞുകൊണ്ട് ഇല്ലാത്തതായ നിയമങ്ങൾ ഉണ്ടാക്കിയിട്ട് മതത്തിന്റെ സുന്ദരമായ മുഖത്തേക്ക് കരിവാരിത്തേക്കാൻ കൃത്രിമത്തിലുകൂടി ഇവിടെ ഷിയാക്കൾ വ്യാപകമാക്കുന്നതായ അവരുടെ കൃത്രിമ ഔലിയാക്കന്മാരുടെയും കൃത്രിമ മഹാത്മാക്കളിലൂടെയും ഇന്ന് വ്യാപകമായിക്കൊണ്ട് ഇരിക്കുന്നതായ ആ അപകട രീതി നിർത്തണം, ഒഴിവാക്കണം. അത് യഥാർത്ഥ അഹ്ലുസുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശം ഉൾക്കൊള്ളുന്നവർ ചെയ്യാൻ പാടുള്ളതല്ല, പറയാൻ പാടുള്ളതല്ല, പ്രചരിപ്പിക്കാൻ പാടുള്ളതല്ല. അപ്പോൾ എന്താണ് കിനാവ്? കിനാവ് കൊണ്ട് എന്താണ് വിവക്ഷ? ആ കിനാവിന്റെ താബീർ ആര് നൽകണം, എങ്ങനെ നൽകണം? ഇതൊക്കെ ഇസ്ലാമിൽ അതിന് വിധിയുണ്ട്. ആ വിധി അനുസരിച്ചിട്ടായിരിക്കണം. എന്നല്ലാതെ ഒരാൾ കിനാവ് കണ്ടതുകൊണ്ട് ഇവിടെ ഒരു ഹുക്കുമ് വരാനോ ഉള്ള ഹുക്കുമ് ക്യാൻസലാവാനോ സാധ്യതയില്ല. എന്തുകൊണ്ട്? ദീൻ അവസാനിച്ചു, ദീൻ പൂർത്തിയായി എന്നൊക്കെ മക്ക ഇമാം ഖുതുബയുടെ അവസാന ഭാഗത്തിൽ തീർത്തു പറഞ്ഞതായ ഭാഗമാണ്. അപ്പോൾ അമ്പിയാക്കന്മാർ അല്ലാഹു സുബ്ഹാനഹു വതആല ബഹുമാനിച്ചതും ആദരിച്ചതും അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല അവരിൽ നിന്നിട്ട് പലർക്കും കിനാവിലൂടെ വഹി നൽകാറുണ്ടായിരുന്നു എന്നതിൽ കൂടിയാണ് നാം പഠിച്ചു. എന്നാൽ കിനാവിനുള്ള തഅബീർ നൽകുക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും പല കിനാവിനും തഅബീർ നൽകിയിട്ടുണ്ട്. അത് ഞാൻ പലപ്പോഴും കിനാവിനെ കുറിച്ച് ചർച്ച ചെയ്തതായ സന്ദർഭത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് മക്ക ഇമാം പറയാത്ത ഭാഗമായതുകൊണ്ടും നമ്മുടെ ടൈം അവസാനിച്ചതുകൊണ്ടും ഇപ്പോൾ ആ ഭാഗത്തിലേക്ക് ഞാൻ നീങ്ങുന്നില്ല. ഏതായാലും കിനാവിന്റെ തഅബീർ അറിയാത്തവർ പറയാൻ നിൽക്കരുത്. ആ അറിയുന്നവർ തന്നെ പറയുമ്പോൾ സൂക്ഷ്മത പാലിച്ചിട്ടായിരിക്കണം പറയേണ്ടത്. ഇനി കണ്ടതായ കിനാവ് നല്ലതല്ലെങ്കിൽ അവൻ ആ കിനാവ് കണ്ട സന്ദർഭത്തിൽ ഉണർന്നാൽ ഇടതുഭാഗത്തിലേക്ക് തുപ്പിക്കളയുക, പിശാചിനോട് അള്ളാഹുവിന്റെ കാവലിനെ ചോദിക്കുക, എന്നിട്ട് അവൻ കിടന്നതായ ഭാഗത്തിൽ നിന്നിട്ടും ചെരിഞ്ഞ് മറ്റു ഭാഗത്തിലേക്ക് മാറിക്കടക്കുക എന്നല്ലാതെ മനുഷ്യന്മാരോട് പറയാൻ നിൽക്കരുത്, പരസ്യപ്പെടുത്താൻ നിൽക്കരുത്. അഥവാ വടക്ക് കിനാവാണ് കണ്ടതെങ്കിൽ ധർമ്മത്തിലൂടെയോ മറ്റോ അതിൽ വരുന്നതായ അപകടത്തിൽ നിന്നിട്ട് മോചിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് കേണപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. ഇതൊക്കെയാണ് കിനാവ് കാണുമ്പോൾ ചെയ്യേണ്ടത്. എന്നല്ലാതെ കിനാവിലൂടെ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു നിയമത്തെ കൊണ്ടുവരാനോ ഒരു നിയമത്തെ ക്യാൻസൽ ചെയ്യാനോ അധികാരം അള്ളാഹു നൽകിയിട്ടില്ല. അത് പാടുള്ളതുമല്ല. ആ കിനാവ് കണ്ട വ്യക്തിക്ക് മാത്രം നന്മയുടെ സൂചന അല്ലെങ്കിൽ തിന്മയുടെ സൂചന മാത്രമാണ് കിനാവ് കുറിക്കുന്നത്. നബിമാർക്കാകുമ്പോൾ കിനാവ് വഹിയാണ് എന്നതാണ് നാം ഇവിടെ മനസ്സിലാക്കിയത്. മദീന ഇമാം പറഞ്ഞതായ ഭാഗത്തിൽ നിന്നിട്ട് ഇനിയും വിശദമായിട്ട് അദ്ദേഹം പറഞ്ഞതായ പല ഭാഗങ്ങളും ഈ വിഷയത്തിലുണ്ട്. നമ്മുടെ ടൈം അവസാനിച്ചതുകൊണ്ട് നാം ഇതുവരെ പറഞ്ഞതിൽ നിന്നിട്ട് നമുക്ക് ജീവിതത്തിൽ പകർത്തേണ്ട ഭാഗത്തെ പകർത്താൻ അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ സമാപിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാവർക്കും പുറത്തു തരുകയും ഉദ്ദേശങ്ങൾ നിറവേറ്റി തരുകയും പരലോകത്തെത്തിക്കഴിഞ്ഞാൽ തൗഹീദിലൂടെ ഏകദൈവ വിശ്വാസത്തിലൂടെ അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കലിലൂടെ അള്ളാഹ്ക്ക് മാത്രം ആരാധനകൾ സമർപ്പിക്കലിലൂടെ ഷെട്ടികൾക്ക് സമർപ്പിക്കാതെ അള്ളാഹ്ക്ക് നൽകേണ്ട അവകാശം അള്ളാഹ്ക്ക് മാത്രം നൽകിയും കൊണ്ട് മരിച്ച് പരലോകത്തിൽ നമ്മുടെ മീസാനിന് തൂക്കം കൂടുന്നതായ മീസാനിന്റെ ഉടമയായി മാറാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മിൽ നിന്നിട്ട് രോഗമുള്ള രോഗത്തെ അള്ളാഹു സുഖപ്പെടുത്തട്ടെ, പ്രയാസമുള്ള പ്രയാസത്തെ അള്ളാഹു ദൂരപ്പെടുത്തട്ടെ. അപ്രകാരം തന്നെ സന്താനമില്ലാത്തവർക്ക് സാലിഹ്യങ്ങളായ സന്താനങ്ങൾ നൽകട്ടെ. സന്താനമുള്ളവർക്കും ഇല്ലാത്തവർക്കും എല്ലാവർക്കും അള്ളാഹു സാലിഹ്യങ്ങളായ സന്താനങ്ങളാക്കി അവരുടെ സന്താനത്തെ മാറ്റട്ടെ. ഇണകളില്ലാത്തവർക്ക് സാലിഹ്യങ്ങളായ ഇണകൾ അള്ളാഹു നൽകുമാറാകട്ടെ. കടമുള്ളവരുടെ കടത്തെ അള്ളാഹു വീട്ടിക്കൊടുക്കുമാറാകട്ടെ. അതുപോലെ തന്നെ രോഗമുള്ളവർ, രോഗശയ്യയിൽ കിടക്കുന്നവർ, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയവർ, ഓപ്പറേഷൻ തിയേറ്ററിൽ കിടക്കുന്നവർ, അതുപോലെ തന്നെ ICUയിൽ കിടക്കുന്നവർ, ആരെല്ലാം രോഗിയായിട്ട് കിടക്കുന്നുണ്ടോ അവരിൽ നിന്നിട്ട് പലരും പ്രാർത്ഥിക്കാൻ വേണ്ടി നിങ്ങളോട് ആവശ്യപ്പെട്ടതുപോലെ എന്നോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ വിശുദ്ധ മദീനത്തുൽ മുനവ്വറയിൽ വെച്ചിട്ട് നാം ഈ നടത്തുന്നതായ ക്ലാസ്സിൽ അള്ളാഹുവിനോട് അവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുക. അള്ളാഹുവേ, അവരുടെ പ്രയാസങ്ങളെ ദൂരപ്പെടുത്തേണ്ട രക്ഷിതാവേ, ബുദ്ധിമുട്ടുകളെ അകറ്റേണ്ട രക്ഷിതാവേ, ഉദ്ദേശങ്ങൾ നിറവേറ്റി കൊടുക്കേണ്ട രക്ഷിതാവേ, അവരിൽ നിന്നിട്ട് ഈ നാട്ടിലേക്ക് വരാനും ഉംറ ചെയ്യാനും ഹജ്ജ് ചെയ്യാനും ആഗ്രഹമുള്ളവർക്ക് ആഗ്രഹം നിറവേറ്റി കൊടുക്കണേ രക്ഷിതാവേ. അവരുടെയും ഞങ്ങളുടെയും എല്ലാം ദോഷങ്ങൾ പുറത്തു തരികയും പരലോകത്തിൽ മീസാന് തൂക്കമുള്ള മീസാനാക്കി മാറ്റുകയും ചെയ്യണ രക്ഷിതാവേ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വ
വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.